നമസ്കാരം. ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സർവാഭീഷ്ട സിദ്ധിക്കായിട്ട് സുബ്രഹ്മണ്യ പ്രീതി മാത്രം വരുത്തിയാൽ മതിയാകും. നമ്മളെ എല്ലാ ആഗ്രഹങ്ങളും സുബ്രഹ്മണ്യ ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ നടക്കുന്ന കാലം എന്നുള്ളത് മുരുക ഭഗവാന്റെ സംവത്സരമാണ്. അതുകൊണ്ട് തന്നെ മുരുകനാണ് ഏറ്റവും ശക്തിയായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചു തരാൻ ശക്തിയുള്ളത്. അതുകൊണ്ട് തന്നെ മുരുകപ്രീതി എന്നുള്ളത് വളരെ പ്രധാനമാണ്. മുരുക ഭഗവാനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കാം. മുരുക ഭഗവാനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങളെല്ലാമാണ് ഈ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത്. സുബ്രഹ്മണ്യ സ്വാമിയുടെ ദർശനം ലഭിക്കുക എന്നുള്ളത് ഒരു ജന്മ പുണ്യമാണ്. മനസ്സിനെ ഏകാഗ്രമാക്കി സുബ്രഹ്മണ്യനെ ഭജിച്ചാൽ അദ്ദേഹം കൂടെ ഉണ്ടാകും, അദ്ദേഹത്തിന്റെ ദർശനം ലഭിക്കും. നമുക്ക് അറിയേണ്ട കാര്യങ്ങളിലേക്ക് കടക്കാം. രോഗശമനം, സാമ്പത്തിക അഭിവൃദ്ധി, കുടുംബരക്ഷ, കുടുംബപരമായിട്ടുള്ള എല്ലാ വിധത്തിലുമുള്ള ഭദ്രത, ബുദ്ധിശക്തി, കലാപരമായിട്ടുള്ള വിഷയങ്ങളിലെ ഔന്നത്യം, വിജയങ്ങൾ, മംഗല്യപ്രാപ്തി, സന്താന ഭാഗ്യം, ജീവിത വിജയം എന്നിങ്ങനെ സകലമായ നമ്മളുടെ കാര്യങ്ങൾക്കും മുരുക ഭഗവാനെ പ്രാർത്ഥിച്ചാൽ അത് മാത്രം പ്രതിവിധിയാണ്. കാര്യങ്ങളെല്ലാം വേഗത്തിൽ നടക്കുന്നതാണ്. അനവധി തത്വങ്ങളാൽ വലയം ചെയ്യപ്പെട്ട ദേവനാണ് മുരുകൻ. ദേവസേനാധിപനാണ്, സൈന്യത്തിന്റെ അധിപനാണ്. ശിവ തേജസ്സിൽ നിന്ന് പ്രസരിക്കുന്ന ഊർജമാണ് മുരുക ഭഗവാനിൽ സന്നിവേശിച്ചത്. ചൊവ്വാദശയിൽപ്പെട്ട് ഉഴലുന്നവരും ചൊവ്വാദശയുടെ കഷ്ടതകൾ അനുഭവിക്കുന്നവരും അഭയം തേടേണ്ട ഒരേ ഒരു വ്യക്തി സുബ്രഹ്മണ്യ സ്വാമിയാണ്. മുരുക ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ ശരണം പ്രാപിക്കുന്ന ഒരാളെയും ചൊവ്വയുടെ ദോഷങ്ങൾ ബാധിക്കില്ല. ചൊവ്വാഴ്ച തോറുമുള്ള മുരുക ക്ഷേത്ര ദർശനം, പൂയം, ഷഷ്ഠി എന്നീ ദിവസങ്ങളിലെ വിശേഷമായിട്ടുള്ള ഉപവാസങ്ങൾ, പൂജകൾ, ക്ഷേത്ര ദർശനം, നാമജപം, കാവടി എടുക്കൽ എന്നിവയൊക്കെ ചൊവ്വയുടെ കാഠിന്യത്തെ പൂർണ്ണമായിട്ടും കുറയ്ക്കുന്നതാണ്. സുബ്രഹ്മണ്യ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അടയാളങ്ങളും, അതായത് വാഹനാദി കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന് ദാനം കിട്ടിയിട്ടുള്ളതാണ്. അതിവേഗത്തിൽ പറക്കുന്ന മയിലിനെ അദ്ദേഹത്തിന് നൽകിയത് ഗരുഡന്റെ ദാനമാണ്. കോഴിയെ നൽകിയത് അരുണ ഭഗവാനാണ്. അമ്മയായിട്ടുള്ള പാർവതി ദേവി വേല് നൽകി. അച്ഛനായിട്ടുള്ള മഹാദേവൻ പതക്കം നൽകിയുണ്ടായി. അദ്രിജയാകട്ടെ അദ്ദേഹത്തിന് വസ്ത്രം നൽകി. ബൃഹസ്പതിയാണ് അദ്ദേഹത്തിന് ദണ്ഡ് നൽകിയത്. ഇന്ദ്രൻ അദ്ദേഹത്തിന് മുത്തുമാലയും നൽകി. അദ്ദേഹത്തിന്റെ മയിലിന്റെ പീലികൾ സൂചിപ്പിക്കുന്നത് ആകാശത്തെയാണ്. അനന്തമായിട്ടുള്ള ആകാശത്തിന്റെ ശക്തി പോലെ തന്നെ ഭഗവാൻ മുരുകന്റെ ശക്തിയും അനന്തമാണ്. ആർക്കും നിർണയിക്കാൻ സാധിക്കില്ല, അതിനൊരു അന്തവുമില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾ സാധിക്കാനും അദ്ദേഹത്തിന്റെ ശരണം തന്നെയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം. ഇനി നമുക്ക് സുബ്രഹ്മണ്യ സ്വാമിക്ക് ഏറ്റവും വിശേഷമായിട്ടുള്ള വഴിപാടായിട്ടുള്ള അഭിഷേകങ്ങൾ, എന്തൊക്കെ അഭിഷേകങ്ങൾ നടത്തിയാൽ ഓരോരോ കാര്യസാധ്യം ഉണ്ടാകുമെന്നൊന്ന് പരിശോധിക്കാം. മനഃശാന്തി ലഭിക്കാനായിട്ട് ജലാഭിഷേകമാണ് ചെയ്യേണ്ടത്. തിന്മകളെ ഇല്ലാതാക്കാൻ മഞ്ഞൾ കൊണ്ട് അഭിഷേകം ചെയ്യുക. ആയുസ്സിന്റെ ലാഭത്തിനായിട്ട് വാസനദ്രവ്യം കൊണ്ട് അഭിഷേകം ചെയ്യുക. ധനം ലഭിക്കാനായിട്ട് ചന്ദനം കൊണ്ട് അഭിഷേകം നടത്തുക. ദീർഘായുസ്സിനായിട്ട് പാല് കൊണ്ട് അഭിഷേകം നടത്തുക. സന്താന ലബ്ധിക്കായിട്ട് തൈര് കൊണ്ട് അഭിഷേകം നടത്തുക. ശത്രു വിജയത്തിനായിട്ട് ശർക്കര കൊണ്ട് അഭിഷേകം നടത്തുക. ജീവിത വിജയത്തിനായിട്ട് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം നടത്തുക. പഴനിയിൽ വാഴുന്ന ആണ്ടവനാകട്ടെ സന്യാസി ബാലന്റെ രൂപത്തിലാണ് അവിടെ കുടികൊള്ളുന്നത്. 3 അടിയോളം പൊക്കമുള്ള അവിടുത്തെ വിഗ്രഹത്തിൽ കയ്യിൽ ദണ്ഡുണ്ട്. കൗവീനമാണ് വേഷം. ആടയാഭരണങ്ങൾ, വിശേഷ വസ്ത്രങ്ങൾ, വർണ്ണമാലകൾ എന്നിവയൊന്നും തന്നെ അദ്ദേഹത്തിന് ഇല്ല. പഴനിയിലെ പഞ്ചാമൃതം വളരെ പ്രസിദ്ധമാണ്. മുണ്ടിത ശിരസുള്ള, അതായത് തലമുടി ഇല്ലാത്ത, തലമൊട്ടയടിച്ച മുരുക ഭഗവാനെ ഇവിടെ ചെന്ന് ദർശിച്ചാൽ ആരോഗ്യം ഉറപ്പായിട്ടും ലഭിക്കുമെന്നുള്ളതാണ്. എല്ലാ ദോഷങ്ങളും മാറുകയും ചെയ്യും. മുരുക ഭഗവാന്റെ സങ്കേതങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പഴനി തന്നെയാണ്. തമിഴ്നാട്ടിൽ ഒട്ടേറെ മുരുക ക്ഷേത്രങ്ങളുണ്ട്. ആറുപടൈ വീട് തുടങ്ങി മുരുകന്റെ സന്നിധികൾ, ആലയങ്ങൾ നിരവധിയായിട്ടുണ്ട്. നമുക്കിനി കേരളത്തിലുള്ള ഏതാനും പ്രസിദ്ധമായിട്ടുള്ള മുരുക ക്ഷേത്രങ്ങളെ കുറിച്ചൊന്ന് പറയാം. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അതിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. തന്ത്ര സമുച്ചയ പ്രകാരമുള്ള വർണ്ണനയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സുബ്രഹ്മണ്യ വിഗ്രഹമാണ് ഹരിപ്പാട് ക്ഷേത്രത്തിലേത്. ചതുർബാഹു പ്രതിഷ്ഠയാണ്. ഒരു കൈയിൽ ചക്രായുധവും മറുകൈയിൽ വേലുമുണ്ട്. കൂടാതെ ഇടത് കൈ താഴെ തുടയിൽ വിശ്രമിക്കുന്നതായിട്ടാണ്. ഹരിപ്പാട് മുരുകസ്വാമിയെ പ്രാർത്ഥിച്ചാൽ ശിവന്റെയും പാർവതിയുടെയും അനുഗ്രഹം ഒരുപോലെ ലഭിക്കുമെന്നാണ്. അതേപോലെ തന്നെ വിഷ്ണുവിന്റെ പ്രീതി ലഭിക്കുമെന്നുള്ളൊരു വിശേഷ കാര്യം കൂടിയുണ്ട്. ഇവിടുത്തെ ദേവൻ അലങ്കാര
അലങ്കാരപ്രിയനാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്നവർക്ക് മനസ്സിന് സന്തോഷവും ലഭിക്കും. മറ്റൊരു ക്ഷേത്രമാണ് കണ്ണൂർ ജില്ലയിലുള്ള പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. പയ്യന്നൂരിലെ പെരുമാൾ രാജഭാവത്തിലാണ് വിരാജിക്കുന്നത്. താരകാസുരനെ നിഗ്രഹിച്ച ഭാവത്തിലാണ് ഇവിടെ ഭഗവാൻ കുടികൊള്ളുന്നത്. ശത്രു സംഹാരത്തിനും ജീവിത വിജയത്തിനും ഇവിടുത്തെ പെരുമാളിന്റെ ദർശനം ഉത്തമ ഫലം നൽകും. മറ്റൊരു ക്ഷേത്രം ഉദയനാപുരം ക്ഷേത്രമാണ്. വൈക്കത്തപ്പന്റെ മടിയിലിരിക്കുന്ന രീതിയിലാണ് ഉദയനാപുരം ക്ഷേത്രത്തെ വിഗ്രഹം. പിതാവും പുത്രനുമായിട്ടുള്ള അഗാധമായിട്ടുള്ള ഊഷ്മള ബന്ധത്തിന്റെ സൂചനയാണ് ഇവിടുത്തെ വിഗ്രഹം. ആ ബന്ധത്തിന്റെ തീവ്രതയും സത്തതയും എല്ലാം ഈ വിഗ്രഹത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. പിതൃപുത്ര ബന്ധം ദൃഢമാകാൻ വേണ്ടിയിട്ട് ഇവിടെ ദർശനം നടത്താവുന്നതാണ്. കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള മറ്റൊരു ക്ഷേത്രമാണ് പെരളശ്ശേരി. ഇവിടെ സുബ്രഹ്മണ്യനെ കൂടാതെ നാഗാരാധനയ്ക്കും പ്രാധാന്യമുണ്ട്. മുരുക ഭഗവാന്റെ വാഹനമായിട്ടുള്ള മയിലിന്റെ കാൽപ്പിടിയിൽ എപ്പോഴും നാഗങ്ങളുമുണ്ട്. ഇവിടുത്തെ നാഗങ്ങൾ സർവർക്കും അനുഗ്രഹദായകവുമാണ്. സർപ്പദോഷങ്ങൾ ഇല്ലാതാക്കാൻ ഇവിടുത്തെ മുരുക ഭഗവാനെ ദർശിച്ചാൽ മതിയാകും. ത്വക്ക് രോഗങ്ങൾ മാറാനും പെരളശ്ശേരി സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രീതി വരുത്തുന്നത് ഉത്തമമാണ്. കൂടാതെ ഉള്ളൂരിലെയും പല്ലനയിലെയും ബാലമുരുകൻ അതീവ പ്രാധാന്യമുള്ള കേരളത്തിലെ ക്ഷേത്രങ്ങളാണ്. രണ്ടു സ്ഥലങ്ങളിലും മുരുക ഭഗവാൻ ബാലരൂപത്തിലാണ് കുടികൊള്ളുന്നത്. ഗുരുത്വവും ബുദ്ധിയും വർദ്ധിക്കാൻ വിദ്യാർത്ഥികളായിട്ടുള്ളവർ നിർബന്ധമായി ഈ ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ദർശനം നടത്തേണ്ടതാണ്. അതോടൊപ്പം തന്നെ കിടങ്ങൂരും കൊടുമ്പിലുമുള്ള സുബ്രഹ്മണ്യ പ്രതിഷ്ഠകൾ പളനിയിലെ വിഗ്രഹത്തിന് സമാനമാണ്. പളനിയിൽ ദർശനം നടത്തുന്ന അതേ ഫലം ഈ രണ്ട് ക്ഷേത്രങ്ങളിലും ദർശനം നടത്തിയാൽ ലഭിക്കുമെന്നാണ് വിശ്വാസം. അതായത് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ പളനിയിൽ പോയതിന്റെ പാതി ഫലം ലഭിക്കുമെന്നാണ്. രണ്ട് ക്ഷേത്രത്തിലും ദർശനം നടത്തിയാൽ പളനിയിൽ പോകുന്ന ഫലം ലഭിക്കുമെന്നാണ്. പളനി വരെ പോകാൻ സാധിക്കാത്തവർക്ക് ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താവുന്നതാണ്. കാവടിയാട്ടവും ഷഷ്ടിയും ഒക്കെ മുരുകന് പ്രാധാന്യമുള്ള വിശേഷ ദിവസങ്ങളാണ്, വിശേഷ വഴിപാടുകളാണ്. കാവടിയാട്ടത്തിന്റെ ഐതിഹ്യവും മറ്റും മറ്റൊരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ശൂരപത്മനുമായി യുദ്ധം ചെയ്തപ്പോൾ ആ യുദ്ധത്തിന്റെ വിജയത്തിനായിട്ട് ഭഗവാനെ സഹായിക്കാനായിട്ട് മാതാവായിട്ടുള്ള പാർവതി ദേവി അനുഷ്ഠിച്ച വ്രതമാണ് ഷഷ്ടി വ്രതം. ഷഷ്ടി വ്രതത്തിന്റെ പ്രാധാന്യം മുൻപ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മുരുകന് അരളിപ്പൂവ് ഏറെ വിശേഷമാണ്, ഇഷ്ടമാണ്. മഞ്ഞ ചുവപ്പ് അരളികളൊക്കെ ഭഗവാൻ ഇഷ്ടമാണ്. അതേപോലെ തന്നെ മഞ്ഞച്ചമ്പകവും മുരുക ഭഗവാന് വിശേഷ പുഷ്പങ്ങളാണ്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിൽ 6 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുന്നത് വിശേഷ ഫലത്തെ നൽകും. ജാതകത്തിൽ ചൊവ്വാദോഷമുള്ളവർ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യനെ ദർശിക്കുന്നത് അതിവിശേഷമാണ്. വള്ളി സമേതനായിട്ട് വിലസുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ഏത് മുടങ്ങിക്കിടക്കുന്ന വിവാഹവും തടസ്സം കൂടാതെ നടത്താൻ സാധിക്കുന്നതാണ്. ഗ്രഹദോഷങ്ങളെല്ലാം അകലുവാനും ജീവിതം ശ്രേയസ്കരമാകാനുമായി സുബ്രഹ്മണ്യ മന്ത്രങ്ങൾ നിത്യം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. സുബ്രഹ്മണ്യ മന്ത്രങ്ങൾ ഞാൻ പലപ്പോഴായി പല മന്ത്രങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ആ മന്ത്രം ഒന്ന് ചൊല്ലിപ്പോകാം. ഷടാനനം കുങ്കുമ രക്തവർണം മഹാമതിൻ ദിവ്യമയൂരവാഹം രുദ്രസ്യ സൂനം സുരസന്യനാഥം ബ്രഹ്മണ്യദേവം ശരണം പ്രപദ്യേ. ശക്തിഹസ്തം വിരൂപാക്ഷം ശിഖിവാഹം ഷടാനനം ദാരുണം രിപുരോഗഗ്നം ഭാവേൽ കുക്കുടധ്വജം ആശ്ചര്യവീരം സുകുമാരരൂപം തേജസ്വിനം ദേവഗണാധിപന്യം ഏണാങ്കതേജം ഗൗരീതനയം കുമാരം സ്കന്ദം വിശാഖം സതതം നമാമി. സ്കന്ദായ കാർത്തികേയായ പാർവതി നന്ദനായ ച മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ തേ നമഃ. ഈ 4 ശ്ലോകങ്ങളും നിത്യം ജപിക്കുന്നത് സുബ്രഹ്മണ്യ പ്രീതിക്ക് സഹായകരമാണ്. എല്ലാവർക്കും സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. സർവാഭീഷ്ടങ്ങളും സാധിക്കാൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉറപ്പായിട്ടുണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. സുബ്രഹ്മണ്യ പ്രീതിക്കായിട്ടുള്ള മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് ചില വീഡിയോകളും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. വീഡിയോകൾ കണ്ട് പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം. നന്ദി, നമസ്കാരം, ശുഭദിനം.